വയനാട്ടിലേക്കുള്ള 4 വരി തുരങ്കപാതയ്ക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അനുമതി നൽകിയതോടെ മലബാറിന്റെ സ്വപ്ന പദ്ധതിയാണ് യാഥാർത്ഥ്യമാവുന്നത്. കോഴിക്കോട് നിന്ന് മൈസൂർ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലേക്കുള്ള ദൂരം ഗണ്യമായി കുറയ്ക്കുന്ന തുരങ്കപാത വരുന്നതോടെ മലബാറിന്റെ ഗതാഗത രംഗത്തെ മുഖച്ഛായ തന്നെ മാറും. നിർമ്മാണം പൂർത്തിയാവുന്നതോടെ രാജ്യത്തെ 3ാമത്തെ വലിയ തുരങ്കമാകും ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി പാത. കോഴിക്കോട് നിന്ന് മൈസൂരു, ബംഗളൂരു എന്നിവിടങ്ങളിലേക്കുള്ള ദൂരം ഗണ്യമായി കുറയ്ക്കുന്ന തുരങ്കപാത മലബാറിന്റെ ഗതാഗത രംഗത്തെ മുഖച്ഛായ തന്നെ മാറ്റും. കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിൽ നിന്നാണ് തുരങ്കപാതയിലേക്കുള്ള 4 വരി പാത ആരംഭിക്കുന്നത്. മറിപ്പുഴയിലേക്ക് 6.6 കിലോമീറ്റർ 4 വരി പാതയും മറിപ്പുഴയിൽ ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് കുറുകെ 70 മീറ്റർ നീളത്തിൽ പാലവും നിർമ്മിക്കും. മറിപ്പുഴയിൽ നിന്ന് 2 കിലോമീറ്റർ റോഡ് 4 വരി പാത പിന്നിട്ടാൽ തുരങ്കപാത തുടങ്ങുന്ന സ്വർഗംകുന്നിലെത്തും. സ്വർഗംകുന്ന് മുതൽ വയനാട് ജില്ലയിലെ കള്ളാടി വരെ 8.11 കിലോമീറ്റർ ദൈർഘ്യമാണ് തുരങ്കത്തിനുണ്ടാവുക. തുടർന്ന് 9 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ മേപ്പാടിയിലെത്താം. വെള്ളരിമല, ചമ്പ്രമല എന്നിവ തുരന്നാണ് തുരങ്കപാത നിർമ്മിക്കേണ്ടത്. ആസ്ട്രേലിയൻ സാങ്കേതിക വിദ്യയാണ് തുരങ്കപാത നിർമ്മാണത്തിന് പ്രയോജനപ്പെടുത്തുന്നത്. തുരങ്കപാതയിൽ അഗ്നിരക്ഷാ സൗകര്യം, CCTV സംവിധാനം, ബ്രേക്ക് ഡൗൺ ആകുന്ന വാഹനങ്ങൾ മാറ്റിയിടാനുള്ള പ്രത്യേക പാത, അപകടത്തിൽപ്പെടുന്ന വാഹനങ്ങൾ പുറത്തെത്തിക്കാൻ സൗകര്യം, വായുമലിനീകരണ നിയന്ത്രണം തുടങ്ങിയവയും ഉണ്ടാവും. 2134 കോടി രൂപയാണ് പാതയ്ക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത്. 1341 കോടി രൂപ തുരങ്കപാത നിർമ്മാണത്തിനും 160 കോടി രൂപ തുരങ്കപാതയിലേക്കുള്ള അപ്രോച്ച് റോഡിനുമാണ് വകയിരുത്തിയത്. തുരങ്കപാത നിർവ്വഹണ ഏജൻസി കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ്. കിഫ്ബിയാണ് ഫിനാൻസ് ഏജൻസി. തുരങ്കപാത നിർമ്മാണ കരാർ ബിൽഡ്കോൺ ലിമിറ്റഡും അപ്രോച്ച് റോഡ് ചുമതല റോയൽ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിക്കുമാണ്. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ സോൺ 1-ലും കസ്തൂരംഗൻ റിപ്പോർട്ടിൽ നാച്ചുറൽ ലാൻഡ്സ്കേപ്പിലും ഉൾപ്പെട്ട പ്രദേശമാണ് തുരങ്കപാത കടന്നുപോകുന്ന വെള്ളരിമലയും ചമ്പ്രമലയുമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത്. മല തുറക്കുന്നത് പരിസ്ഥിതി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ ആശങ്ക. ഗതാഗത കുരുക്ക് രൂക്ഷമായ താമരശ്ശേരി ചുരത്തിന് ബദൽ പാതയായി തുരങ്കപാത മാറും. 12 കിലോമീറ്റർ ദൈർഘ്യമുള്ള താമരശ്ശേരി ചുരത്തിലെ 9 ഹെയർപിൻ വളവുകളാണ് യാത്രാ ദുരിതം വർദ്ധിപ്പിക്കുന്നത്. ചുരത്തിൽ വലിയ വാഹനങ്ങൾ തകരാറിലാകുന്നതും അപകടങ്ങളുണ്ടാകുന്നതും കാരണം മണിക്കൂറുകളോളം ഗതാഗതം മുടങ്ങുന്ന സാഹചര്യമുണ്ട്. വയനാട്ടുകാർക്ക് കോഴിക്കോട്ടെ ആശുപത്രികളിലേക്കുള്ള പ്രധാന പാതയായ താമരശ്ശേരി ചുരത്തിലെ തടസ്സങ്ങൾ ദുരിതമായി മാറാറുണ്ട്. ഇതിനെല്ലാം തുരങ്കപാത വരുന്നതോടെ പരിഹാരമാവും. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.